പോകാൻ വേണ്ടിയാ പറയുന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എക്സാമിനെ പറ്റിയുള്ള വിവരം പോലും അറിയാം, ഞാൻ എടുത്ത ഡേറ്റ് അറിയാം, ഞാൻ നടന്ന വഴികൾ അറിയൂ, ഞാൻ എക്സാം ഡേറ്റ് എടുത്തെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ കാമായിട്ട് ഒരു എക്സാം എഴുതിയിട്ടില്ല. ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി, എന്നെ ഈ ആൾക്കാരെ നിർത്തി ഒരു സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ചതിന്. ഞാൻ കാനഡയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അമേരിക്കയിലെ ഒരു RN എക്സാം എൻ്റെ കൂട്ടുകാരെല്ലാം പാസ്സായിട്ട് ഞാൻ കേട്ടു. പണ്ടേ ഞാനത് വിട്ട ഒരു എക്സാമായിരുന്നു, ഭയങ്കര പാടുള്ള എക്സാമാണ്. അപ്പോൾ അവരെല്ലാം പാസ്സാവുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മൈൻഡ് നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അത് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചു. ഞാൻ ഓർത്തു ഒരു വർഷത്തോളം അതിന് സമയം കൊടുക്കാം. ഞാൻ ആ ഒരു വർഷത്തോളം സമയം കൊടുത്ത് പതുക്കെ അത് പഠിച്ചു. പക്ഷേ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര കട്ടിയുള്ള ഒരു എക്സാമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരിക്കലും അത് വരാൻ ഭയങ്കര പാടാണ്. അപ്പം പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് പഠിക്കുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ എക്സാം എഴുതിയാൽ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു, ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ എക്സാം എഴുതി പാസ്സായി, കൃപാസനത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് എക്സാമും ഡേറ്റ് എടുത്ത് ഞാൻ പോയി എക്സാം എഴുതിയപ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലായി, ഇതുപോലെ കട്ടിയുള്ളൊരു എക്സാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ആ എക്സാം എഴുതി ഞാൻ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് ജീസസിൻ്റെ പിക്ചറിന് മുമ്പിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു എൻ്റെ പുസ്തകം വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഞാൻ കരഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും മാതാവിൻ്റെ വലിയ ഒരു സുഗന്ധം, ഭയങ്കര സ്മെല്ല് എൻ്റെ ചുറ്റും നിറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അമ്മ വന്നു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും പിന്നെ മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ ഓരോ ദിവസവും സാക്ഷ്യത്തിലൂടെയും ധ്യാനത്തിലൂടെയും പറഞ്ഞു തന്നു. ഞാൻ അമ്മ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. ആ 3 മാസം പിന്നെ ഞാനുള്ളത് അമ്മയുടെ പിക്ചറിന് മുമ്പിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ബുക്ക് എടുത്തുകൊണ്ട് പോകും, പക്ഷേ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അമ്മയുടെ പിക്ചറിന് മുമ്പ് ഇരിക്കുമ്പോൾ അമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നെല്ലാം എൻ്റെ അമ്മ എനിക്ക് സാക്ഷ്യത്തിലൂടെ പറഞ്ഞു തന്നു. ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന അത് അമ്മ വിചാരിക്കുന്ന കാര്യമല്ലെങ്കിൽ എൻ്റെ ഫോണിലെ ആ ചാനൽ പോലും മാറ്റിത്തരും. അതുപോലെ അമ്മയുടെ വലിയ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ 3 മാസത്തോളം വലിയ പ്രാർത്ഥനയിലും തന്നെ ഞാൻ നടന്നു. പുസ്തകം തുറന്ന് നോക്കിയിട്ടില്ല, കാരണം ഞാൻ 1 വർഷത്തോളം പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിനി പഠിക്കാനേ വയ്യ, കാരണം എൻ്റെ തലയങ്ങ് പെരുക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം 3 മാസത്തോളം പ്രാർത്ഥനയെ കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഈ മാതാവിന് എൻ്റെ ഡേറ്റ് വല്ലതും അറിയാവോ, ഞാൻ ഈ എടുത്ത ഡേറ്റ് അറിയാവോ എന്ന് ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുകയും ഞാൻ പെട്ടെന്നൊരു മയക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാനൊരു ദർശനം കാണുകയാണ്, ഫുള്ള് മഞ്ഞ വെളിച്ചം. ആ മഞ്ഞ വെളിച്ചത്ത് എൻ്റെ സിസ്റ്റർ എൻ്റെ ചെവി വന്ന് പറയുകയാണ്, 7% അകലെ നീ എക്സാം എഴുതിക്കോളാനെ. അപ്പോൾ 7% അകലെ എഴുതാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ അമ്മേ, ഇങ്ങനൊന്നും ദർശനം തരരുത്, ബൈബിൾ ഉപമ പോലും എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ 7% അകലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് 7% അകലെ എക്സാം എഴുതാൻ പറഞ്ഞു. ആ ദർശനത്തിൻ്റെ കണ്ടിന്യൂവേഷനിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, എടി നിൻ്റെ സിസ്റ്റർ പറഞ്ഞു 7% അകലെ എക്സാം എഴുതാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്തുവാ, ഇതെന്നാ ദർശനമാ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ രാവിലെ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ദർശനം കണ്ടു, എന്താണ് ഇതിനകത്തൊന്നും മനസ്സിലാക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയാ പറയുന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എക്സാമിനെ പറ്റിയുള്ള വിവരം പോലും അറിയാം, ഞാൻ എടുത്ത ഡേറ്റ്
പറ്റിയത്, ഞാൻ ഓരോ ക്വസ്റ്റ്യനും എൻ്റെ കൈകൾ വിരിച്ച് ആ മോണിറ്ററിന് മേൽ കൈകൾ വിരിച്ച് ഞാൻ ഉയർത്തി, കൃപാസന മാതാവിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 85 ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ മതി കേട്ടോ, ഈ എക്സാം മതി, ഇത് എനിക്ക് തലയ്ക്ക് പെരുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുഗന്ധം വീണ്ടും വന്നു. എൻ്റെ മോണിറ്റർ ഷട്ട് ഡൗൺ ആയി. പിന്നെ അതിൻ്റെ എക്സാം റിസൾട്ട് ഞാൻ എൻ്റെ ജന്മദിനത്തിന് തന്നെ അമ്മ സമ്മാനമായിട്ട് തന്നു. പാസ്സായി. പിന്നെ അതിൻ്റെ എല്ലാ പേപ്പർ വർക്ക്സ് എല്ലാം എൻ്റെ അമ്മ ഉടൻ തന്നെ എല്ലാം ശരിയാക്കി തന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ കാനഡയിൽ ജോസഫച്ചൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു വിഷമം എന്തോ പറയാൻ വേണ്ടി അച്ഛൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത, കർത്താവേ, ഇതെൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. എൻ്റെ മാതാവിന് എന്നോടുള്ള സ്നേഹം, മാതാവിനെ നമ്മളെല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു, ആകുലതയോട് നമ്മുടെ പുറകെ നടക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി കോടികൾ കിട്ടുന്നതിലും കാരണം അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മയുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷനെല്ലാം മാറ്റിക്കളയും. പിന്നെ അന്നത്തെ ആ ശക്തമായ പ്രാർത്ഥനയിൽ എൻ്റെ മൂത്ത കുട്ടിക്ക് സ്കൂളിൽ സോക്കർ ടീമിൽ അംഗമാകണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞായിരുന്നു ഞാൻ. പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല. കാരണം കൂടുതലും അവിടെ വൈറ്റ്സാണ് അവരുടെ ക്ലാസ്സിൽ. അപ്പം അവർക്ക് നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ സ്മാർട്ടായിരിക്കും. അപ്പം അവൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അത്രയ്ക്ക് ഊന്നിയില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. പക്ഷേ അടുത്ത ദിവസം എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അമ്മേ, ഞാൻ സോക്കർ ടീമിലായെന്ന് അവരുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അവളെ അവരെടുത്തെന്ന്. അപ്പം ഞാൻ ഓർത്ത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ അവൾ പറയുകയാണ്, അമ്മേ, ഞാൻ കാരണം അവർക്ക് പോയിൻറ്റ്സ് കിട്ടി, അത് കാരണം അവളെ സോക്കർ ടീമിൽ എടുത്തെന്ന്. അപ്പം ഇതെല്ലാം എൻ്റെ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാധിച്ചതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് ആവശ്യത്തിനായി 2 ട്രെയിലർ എടുത്തായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് വിചാരിച്ചതുപോലെ അത് തുടക്കത്തിൽ അത് നടന്നില്ല. അപ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ കയ്യിൽ നിന്നായിരുന്നു പൈസ ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത്. പിന്നെ അപ്പം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തമായ ഒരു പ്രകാശം ഞാൻ ആ പ്രാർത്ഥനയിൽ കണ്ടു. അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി, മാതാവ് അതും ഏറ്റെടുത്തു, ദൈവം വന്നു എന്ന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ ആ 2 ട്രെയിലേഴ്സും വാടകയ്ക്ക് അവരെടുത്തു. ലൈറ്റ് അയക്കാൻ്റെ റിക്വസ്റ്റ് ഇട്ടാണ് ഞാൻ ഈ എക്സാം എല്ലാം പാസ്സായതും ഇതെല്ലാം ചെയ്തത്. പക്ഷേ എനിക്ക് ദർശനത്തിലൂടെ മാതാവ് ഉടമ്പടിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോന്ന് കാണിച്ച് ഓരോന്ന് കൊച്ചു പിള്ളേരെ ചെയ്യിപ്പിക്കുന്ന പോലെ എന്നെ ഓരോ കാര്യവും ചെയ്യിപ്പിച്ചായിരുന്നു. അങ്ങനെയാണ് ഞാനിതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നത്. എല്ലാം ഒരുമിച്ചല്ല അമ്മ എനിക്ക് കാണിച്ചത്. കാരണം എനിക്കെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഭയങ്കര ഭാരമാവുമല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടാവുമല്ലോ എന്ന് കരുതി അമ്മ എന്നെ കുഞ്ഞുങ്ങളെ പോലെ ഓരോ ദർശനം കാണിക്കും. ഒരു ദിവസം ഞാൻ കണ്ട ദർശനം എന്ന് പറയുന്നത് ഒരു മഞ്ഞ വെളിച്ചത്തിന് ചുറ്റും ഒരു മഞ്ഞ വട്ടത്തിലുള്ള ഒരു മഞ്ഞ വെളിച്ചം, അതിന് നടുക്ക് കരിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തുവാന്ന്. പിന്നെ ധ്യാനത്തിന് ഞാൻ കണ്ടതാണ് ഈ അൾത്താരയിൽ ഇവിടെ ബൈബിള് ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അത് മഞ്ഞ വെളിച്ചത്തിലാണ് ആ നടുക്ക് ബൈബിൾ, അതാണ് കരിഞ്ഞിരിക്കുന്നത്. കാരണം അതായത് ബൈബിൾ വായന ഇല്ല എന്ന് എന്നെ കാണിച്ചു തന്ന എൻ്റെ അമ്മ. അങ്ങനെ ഓരോന്നോരോന്നും പടിപടിയായിട്ട് എന്നെ കൊണ്ട് അമ്മ ചെയ്യിപ്പിച്ചു. ഞാൻ കൃപാസനം പത്രം പ്രിൻ്റ് എടുത്തെല്ലാം കൊടുത്തു. അവിടെയുള്ള എൻ്റെ ഇടവകയിലുള്ള അംഗങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അമ്മ ചെയ്തു. അമ്മ ചെയ്യിപ്പിച്ച് എന്നെ അനാഥാലയത്തിൽ അവിടെ കുട്ടികൾക്ക് സഹായം കൊടുത്തു. പിന്നെ കഴിവതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രെയർ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മളുടെ ഈ ശക്തമായ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും നല്ലത് ദൈവം തരൂ എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്നും
ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഏതെങ്കിലും വിഷമതകളിൽ നമുക്കെല്ലാം സഹിക്കാനുള്ള കരുത്തും ഒക്കെ ദൈവം അപ്പോൾ തരും. പിന്നെ നമുക്കൊരു നല്ല ഭാവിയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ച് ഓരോ തെറ്റായ രീതിയിൽ പോകാതെ നല്ല രീതിയിൽ ജീവിക്കാനും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ. എൻ്റെ പ്രാർത്ഥന വളരെ കുറവായിരുന്നു. ഞാൻ ദൈവത്തോട് സംസാരിച്ച് പ്രെയർ ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഒത്തിരി കുറച്ചും കൂടെ നന്നായി. ഞങ്ങളെല്ലാവരും ജപമാല ചെല്ലാൻ തുടങ്ങി. കുർബാന ചെല്ലാനായിട്ട് വീട്ടുള്ളവരെ പുഷ് ചെയ്യാനും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മളത് പോകാതിരുന്നാലും അത് പെട്ടെന്ന് അത് വേണം എന്നുള്ള ഒരു വലിയ ശക്തമായ ഒരു ചിന്ത ഞങ്ങളിലേക്ക് വന്നു. അപ്പം ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ. കാനഡയിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോസഫ് അച്ഛൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലെടുത്തു. ഞാനിപ്പോൾ ഉടമ്പടിയിലാണ്. ഞങ്ങൾക്കവിടെ 1 വർഷത്തിൻ്റെ ഉടമ്പടിയാണ് തന്നത്. ഞാനപ്പോൾ അച്ഛൻ ഇത് സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് അമ്മയുടെ ഈ സാന്നിധ്യം, എനിക്ക് അനുഭവമായ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന ഒരു ചിന്തയിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. എനിക്ക് ഇതിനെല്ലാം സാധിപ്പിച്ചതിന് ഇവിടെ, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്കൊന്നാമത് ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാം എനിക്ക് സാധിപ്പിച്ച എൻ്റെ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി. എൻ്റെ ദൈവമേ നന്ദി. വീട്ടിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ഥലം നോക്കുമ്പോഴെല്ലാം ഈ അമ്മ മാതാവിനെ എനിക്ക് ആ സ്ഥലത്ത് ആദ്യമേ കാണാൻ പറ്റുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ പറയുക, മോളെ ഇത് നിനക്ക് വേണ്ടിയുള്ള സ്ഥലം, അമ്മ മാതാവ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുക, വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ടും എൻ്റെ പേര് ഷൈനി. ഞാൻ ആദ്യമേ തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ സ്ഥലത്ത് വന്ന് നിൽക്കുവാൻ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ഇന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് അമ്മ മാതാവിനെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 2023 അപ്പോൾ എൻ്റെ ഈ കഴുത്തിന് പുറകിലായിട്ട് രാത്രിയിൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ എപ്പോഴും ഒരു മുഴ, എന്നിട്ട് അത് ഭയങ്കര വേദനയോടെ വരുമായിരുന്നു. അപ്പം അതൊരു 2 വർഷമായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ തൈലം വെച്ച് അന്ന് രാത്രിയിൽ ഞാനത് പുരട്ടി അന്ന് മുതൽ പിന്നെ ആ മുഴ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം 2 വർഷത്തോളമായി എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഫൈബ്രോമയാൾജിയ ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു വേദന മാറാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും ഒരു വേദനയ്ക്കും ഒരു കുറവുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഈ മരുന്നുകളെല്ലാം നിർത്തി തൈലം ഉപയോഗിച്ച് എന്നും പ്രാർത്ഥന തുടങ്ങി. ആ വേദനകൾ ഇപ്പം ഒരു വേദനയില്ല. ഞാൻ നല്ല സൗഖ്യമായി അതിൽ നിന്ന്. പിന്നെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ ജാനുവരി 24 വന്നെടുത്തു. ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഒരു 3 വർഷം മുന്നേ, കോവിഡിന് മുന്നേ ഞങ്ങൾ സ്ഥലം പോയി കാണുകയും അത് ഇഷ്ടപ്പെടുകയും അന്നേരം അത് ആ സ്ഥലം ശരിയായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സ്ഥലം ജസ്റ്റ് അങ്ങനെ ഞങ്ങളത് ബുക്ക് ചെയ്തു. പിന്നെ അത് കോവിഡ് വന്നതുകൊണ്ട് അതെല്ലാം മാറിപ്പോയി. 3 വർഷത്തേക്കിന് അത് ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി ഒന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ സ്ഥലം പോയി പിന്നെ ഒന്ന് ചുമ്മാ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സ്ഥലം ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളും പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അമ്മ മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മാതാവെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിൻ്റെ തിരുക്കുമാരൻ അത് ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രമേ എനിക്കിത് തരാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാനിത് തുടങ്ങിയത്. അപ്പം ഈ സ്ഥലം അവിടെ നിന്ന് അപ്പം എൻ്റെ മനസ്സിൽ പറയുക, നീ ഇതിൻ്റെ ഓണറിനെ ഒന്ന് വിളിക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പം ആ ഓണർ എന്നോട് പറയുക, നീ നിൽക്കുന്ന സ്ഥലം അതിപ്പോൾ നിനക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ഥലം നോക്കുമ്പോഴെല്ലാം ഈ അമ്മ മാതാവിനെ എനിക്ക് ആ സ്ഥലത്ത് ആദ്യമേ കാണാൻ പറ്റുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ പറയുക, മോളെ ഇത് നിനക്ക് വേണ്ടിയുള്ള സ്ഥലം,
അമ്മ മാതാവ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാം വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ടും എനിക്ക് അത് കഴിഞ്ഞും ഇതെങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. കാരണം അതൊരു ഇച്ചിരി കൂടിയ വലിയ സ്ഥലമാണ്. അതെങ്ങനെ വാങ്ങിക്കുമെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ നടന്ന് ഈ മണ്ടയിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു. ദൈവമാതാവിന് 1000 നന്ദി. എത്ര സ്തുതിച്ചാലും ഈ ദൈവം തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങളെ അമ്മ മാതാവ് വഴി പറഞ്ഞാൽ തീരത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അന്നേരം എൻ്റെ മകന് അവൻ ഏവിയേഷൻ ഡിഗ്രി കഴിഞ്ഞ് അവന് ട്രെയിനിങ്ങിന് പോകാൻ ഫ്ലൈയിങ്ങിന് പോകാൻ വേണ്ടി എങ്ങും അവസരം കിട്ടാതിരുന്ന സാഹചര്യം. അവൻ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അന്നേരം അത് ഉടമ്പടി എടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നോട് പറഞ്ഞു, മമ്മി ഇതുപോലെ നാട്ടിൽ നിന്ന് ഇൻഡിഗോ എയർലൈൻസ് അവർ ഒരു 2 വർഷത്തെ കേഡറ്റ്ഷിപ്പ് പ്രോഗ്രാം ഓസ്ട്രേലിയയിൽ തന്നെ കൊടുക്കുന്നു. പക്ഷേ അതിന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ആധാർ കാർഡ് വേണം. പക്ഷേ ഞങ്ങളവിടെ സിറ്റിസൺ ആയതുകൊണ്ട് കൊച്ചിന് ആധാർ കാർഡ് ഇല്ല. പക്ഷേ അവർ പറയുന്നുണ്ട് OCE ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം അവരാദ്യം പറഞ്ഞു കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ വന്നു യു ആർ നോട്ട് എലിജിബിൾ ബിക്കോസ് നിനക്ക് ആധാർ കാർഡില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊച്ചു ഒത്തിരി വിഷമിച്ചു. ഇനി ഞാൻ എന്നാ ചെയ്യും? അവർ ഓൾറെഡി എനിക്ക് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞൊരു ഇമെയിൽ തന്നല്ലോ. പിന്നെ എല്ലാവരും അത് ഉപേക്ഷിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പം ഈ മാതാവ് എൻ്റെ മുന്നിൽ വന്ന് എന്നോട് പറയുക, മോളെ ആ ഇമെയിൽ നീ അവനിൽ നിന്ന് വാങ്ങിച്ചൊന്ന് നോക്കിക്കേ, അത് തെറ്റുപറ്റിയതാ, അത് അവർക്ക് തെറ്റുപറ്റിയതാന്ന് ഈ മാതാവ് ഇത് തന്നെ ഈ സെയിം രൂപത്തിൽ അമ്മ മാതാവ് എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കൊച്ചിനോട് വന്ന് പറഞ്ഞു, മോനെ അമ്മ മാതാവ് മമ്മിയോട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, മോനൊന്ന് നോക്കി, മോൻ ആ ഇമെയിൽ മമ്മിക്കൊന്ന് ഫോർവേഡ് ചെയ്യേ. അപ്പം കൊച്ചെനിക്ക് ആ ഇമെയിൽ ഫോർവേഡ് ചെയ്ത് തന്നു. അപ്പം അത് വായിച്ചിട്ട് ഞാൻ മോനോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെയൊക്കെ എഴുതി അവർക്ക് അയക്കേ. അങ്ങനെ അയച്ചു. അപ്പം കൊച്ചു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് എന്നോട് വന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ ഇമെയിൽ ഇങ്ങനെ എഴുതി നീ തിരിച്ചയച്ചു. കൊച്ചു കിടന്നുറങ്ങാൻ പോയി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്തയെല്ലിക്കൊണ്ടിരുന്നു. അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഞങ്ങളെ നീ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 മണി ഈവനിങ് ആയപ്പം കൊച്ചി എഴുന്നേറ്റ് വന്ന പാടെ ഓടി വരുക എൻ്റെ അടുത്ത്, അമ്മേ എനിക്ക് ഇമെയിൽ വന്നു, ഞാൻ എലിജിബിളാണ് ഈ കോഴ്സിനെന്ന് പറഞ്ഞ്. അപ്പം എന്താ പറയേണ്ടത്, ചിരിക്കാനാണോ കരയാനാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ അമ്മ മാതാവിൻ്റെ ശക്തി നീ കണ്ടോ? അമ്മ മാതാവ് അന്നേരം ആ ഇമെയിൽ എഴുതിയേക്കുന്നു അവർക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞോണ്ട്. അപ്പം ഞാൻ മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ കണ്ടോ മമ്മീനെ ഇത് തന്നെയല്ലേ മാതാവ് ഒന്ന് പറഞ്ഞത്, അവർക്ക് തെറ്റ് പറ്റിയതാണെന്ന്. ആ സെയിം കാര്യമല്ലേ അവർ ഇമെയിൽ എഴുതിയേക്കുന്നത്. അങ്ങനെ കുഞ്ഞിൻ്റെ വിശ്വാസവും എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസവും കുറച്ചൊക്കെ കൃപാസനത്തിനോട് ഉള്ള ദേഷ്യമല്ല അവർക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയും അവർ ഇവിടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം കുഞ്ഞിൻ്റെ പേപ്പർ വർക്കുകൾ ഇവിടെ നാട്ടിലെ ഇൻഡിഗോ എയർലൈൻസിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് അമ്മ മാതാവ് ഇത്രയൊക്കെ നടത്തി തന്നെങ്കിൽ ബാക്കിയും കൂടെ നടത്തി തരുമെന്ന്. പിന്നെ എനിക്ക് ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ 4 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കോഴ്സ്, ഒരു അനസ്തറ്റിക് കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ എപ്പോഴും ക്യൂവിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് മാറി പോവുമായിരുന്നു. പക്ഷേ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി എനിക്ക് അനുവാദം കിട്ടി. ഞാൻ അത് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒത്തിരി പാടായിരുന്നു. പക്ഷേ ഞാൻ ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഈ കാശുരൂപം വെച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ആ അനസ്തറ്റിക് ചെയ്യുമ്പം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം വളരെ ലൈറ്റായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം വളരെ സന്തോഷമായിട്ട് അത് ജോലി ചെയ്യുവാൻ എനിക്ക് അമ്മ മാതാവ് കൃപ തന്നു.
അപ്പം എൻ്റെ മനസ്സിൽ ഈ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അമ്മ മാതാവ് നമ്മളെ കൈവിടത്തില്ല. പിന്നെ നമ്മുടെയൊക്കെ എത്ര വിഷമങ്ങളുണ്ടോ അതെല്ലാം വെരി ലൈറ്റായിട്ട് നമുക്ക് തോന്നുക. നമുക്ക് സ്ട്രെസ്സ് വരത്തില്ല. ഏത് കാര്യത്തിന് നിന്നാലും സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് അച്ഛനോട് എപ്പോഴും പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, എനിക്ക് ആദ്യത്തെ കാലത്തൊക്കെ എനിക്ക് ഇവിടെ ഈ കൃപാസനം പത്രത്തിനോടൊരിച്ചിരി ഇവിടുത്തെ ട്രോളുകളൊക്കെ കേട്ട് എനിക്കിഷ്ടമില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ ടോക്കുകളാണേലും എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണിപ്പം. അത്രമേൽ എനിക്ക് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ, പിന്നെ എപ്പം നോക്കിയാലും എനിക്ക് അമ്മ മാതാവിനെ കാണാൻ പറ്റും. ഈ സെയിം അമ്മ മാതാവ് ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ അമ്മയുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നു. ആ അമ്മയുടെ പ്രസൻസ് അതാണ് എൻ്റെ വലിയൊരു ശക്തി. ഇപ്പം ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവകുമാരനും 1000 വന്നപ്പോഴത്തേനും അത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോന്നു. രാത്രിയപ്പോൾ തിരിച്ചു പോന്നു. അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു റിവ്യൂ വന്നു, നിങ്ങൾ സെലക്ട് ആയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ജർമ്മൻ ഗവൺമെൻറ്റിലേക്ക് 50 പേര് സെലക്ട് ആയതിൽ ഞാനൊരു പാർട്ടായി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ചഞ്ചൽ, ഞാൻ വരുന്നത് ഭരണങ്ങാനത്തു നിന്നാണ്. എല്ലാവർക്കും മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന പോലെ മാതാവ് എന്നെയും അനുഗ്രഹിച്ചു. ഏകദേശം 2 വർഷമായിട്ട് ഞാൻ ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം പുറത്തു പോയി പഠിക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് UK സെലക്ട് ചെയ്തു. അപ്പോൾ UK പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേനും എൻ്റെ ഡാഡിക്ക് മേലാതായി. അതുപോലെ തന്നെ വീടിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വെച്ചിരുന്ന ഫിനാൻഷ്യൽ ഫണ്ട് എടുത്ത് ഇതിലേക്ക് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് കയറി 1 വർഷത്തിന് ശേഷം വീണ്ടും പുറത്തേക്ക് പോകാം എന്ന് വിചാരിച്ച്, കാരണം വെച്ചാൽ പുറത്തേക്ക് പോയി പഠിക്കണം. ഇവിടെ എനിക്ക് മെറിറ്റ് സീറ്റിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട, എനിക്ക് പുറത്ത് പോയി തന്നെ പഠിക്കണം, അവിടെ ജോലി ചെയ്യണമെന്ന് വെച്ച് ഞാൻ പിന്നെ വീണ്ടും ജർമ്മനി നോക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേനാണ് ഒരു അംഗീകാരമില്ലാത്ത കോഴ്സ് തന്നു ഏജൻറ്റ് അങ്ങനെ എന്നെ പറ്റിച്ചു. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് എനിക്കവിടെ നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എന്നാൽ ജോലിക്ക് കയറാം, പക്ഷെ ജോലി അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടുന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? 2 വർഷം ഇങ്ങനെ പോവാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഡാഡി പത്രത്തിലൊരു പരസ്യം കണ്ടത്. നമ്മുടെ കേരള ഗവൺമെൻറ് ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ട് കൂട്ടിച്ചേർന്ന് പിള്ളേരെ അങ്ങോട്ടേക്ക് പഠിപ്പിക്കാനായിട്ട് സ്പോൺസർ ചെയ്യുന്നു. അപ്പം ഓൾറെഡി ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് എനിക്കൊരു തീരുമാനം, എൻ്റെ ലൈഫിലൊരു തീരുമാനം ഉണ്ടാവണം, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവണമെന്നറിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ A1 കഴിഞ്ഞു, A2 കഴിഞ്ഞു, B1 എത്തിയപ്പോഴാണ് ഈ പത്രവാർത്ത എൻ്റെ ഡാഡി കാണാനിടയായത്. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു, "ബാ മോളെ നമുക്ക് പോവാം." അപ്പം എൻ്റെ ആകെയുള്ള കരുത്തെന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ ലോക്കറ്റാണ്. അപ്പം ഞാൻ ഇതുമായി എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്കമാലി ചെന്നു. അമ്മയും ആ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെയും ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു സ്ഥലത്ത് എത്തണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഏകദേശം 800 കുട്ടികൾ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോക്കറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ നേരത്തെ ചെന്നിട്ട് ഞാൻ ആ പരിസരത്ത് ഉടമ്പടി ഉപ്പിട്ടു. എന്നിട്ട് നമുക്ക് IELTS പോലെ തന്നെ ലിസണിങ്, റീഡിങ്, റൈറ്റിങ് ഇങ്ങനത്തെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ഞാൻ ആ 800 പിള്ളേരിൽ നിന്ന്, ആകെ 50 വേക്കൻസിയാണ് അവിടെ ഉള്ളത്, അത് 800 പേരിൽ നിന്ന് 300 പേരായിട്ട് അതിൽ ഞാൻ സെലക്റ്റായി. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഇൻ്റർവ്യൂ വെച്ച്, അതായത് അടുത്ത സെക്ഷൻ ഇൻ്റർവ്യൂ. അപ്പം അത് എൻ്റെ രാത്രി 8 മണിക്കാണ്, കാരണം 300 പിള്ളേരുണ്ട്. അപ്പം അത് ഏകദേശം രാത്രി 8 മണിയായി എൻ്റെ ഇൻ്റർവ്യൂ നടന്നപ്പോഴത്തേനും. അപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഈ ലോക്കറ്റ് മാത്രമാണ്. എന്ത് ചെയ്യണം? കാരണം ഇത്രയും പിള്ളേരുണ്ട്, സെലക്ഷൻ കിട്ടുമോ കിട്ടാതിരിക്കുമോ അതല്ല, നമുക്ക് എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ ലോക്കറ്റുണ്ട്, അത് മാത്രമാണ് എൻ്റെ ആശ്രയം. ഞാൻ അവിടെ ചെന്നു, ഇൻ്റർവ്യൂ പങ്കെടുത്തു, ലാസ്റ്റ് ബാച്ചാണ്. അപ്പോൾ എനിക്ക്
ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും അത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോന്നു, രാത്രിയപ്പോൾ തിരിച്ചു പോന്നു. അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു റിവ്യൂ വന്നു, നിങ്ങൾ സെലക്ട് ആയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ജർമ്മൻ ഗവൺമെൻറ്റിലേക്ക് 50 പേര് സെലക്ട് ആയതിൽ ഞാനൊരു പാർട്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിനാണ് പോകുന്നത്. അപ്പം ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ ആ നിയോഗം എഴുതിയിട്ടു. അതിൻ്റെ പേരിൽ എനിക്ക് ഒരു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തു തന്നു. ആ ഇൻ്റർവ്യൂവിൽ 10 പേരുണ്ടായിരുന്നു. ആ 10 പേരിൽ ആദ്യം 4 പേരെ സെലക്ട് ആക്കി. ഇപ്പോൾ 2 പേരെ അവരങ്ങോട്ടേക്ക് സ്പോൺസർ ചെയ്തതിൽ ഒരാൾ ഞാനാണ്. ഇപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പൈസയും ചിലവായിട്ടില്ല, മൊത്തം ഗവൺമെൻറ്റാണ് നോക്കിയിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ ജർമ്മൻ വിസയ്ക്ക് ഷെങ്കൻ വിസ കിട്ടാനായിട്ട് ഏകദേശം 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ സമയം കിട്ടും. പക്ഷേ എനിക്ക് 3 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. ഈ മാർച്ച് 5-ന് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, ജർമ്മനിക്ക്. എൻ്റെ ആത്മീയ ജീവിതം പറയാനാണെങ്കിൽ ഞാൻ ഫുഡ്, അതുപോലെ തന്നെ വസ്ത്രം, ഞങ്ങൾ ഒന്നിച്ചാണ്, അമ്മയും ഞാനും കൂടെ ഒന്നിച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ജർമ്മൻ ടീച്ചറായിട്ട് ഈ ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ജർമ്മൻ പത്രം വാങ്ങിച്ചു കൊണ്ടേ കൊടുത്ത് കുട്ടികളോട് ഞാൻ പറയും, പിള്ളേർ നിങ്ങളിത് വായിക്കണം. കാരണം വെച്ചാൽ അവർക്ക് ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാവുന്ന ഒരു വഴിയാണ് ജർമ്മൻ പത്രം, കൃപാസന പത്രം. അത് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് തന്ന അമ്മ മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ എന്നും കൊന്ത ചെല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ആരും കിടക്കുകയില്ല. എന്നും കൊന്ത ചെല്ലും, പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ പാവങ്ങൾക്ക് സഹായിക്കും. പരമാവധി പേഴ്സണൽ ആയിട്ടുള്ള പ്രെയർ ഏകദേശം 10 മിനിറ്റ് കുറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ബൈബിള് വായിക്കും സ്ഥിരമായിട്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2019-ലാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് ആദ്യമായി അനുഗ്രഹം കിട്ടിയത്, എനിക്ക് വീടില്ലാതിരുന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ എനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചു എന്നതായിരുന്നു. 23 വർഷമായിട്ട് എനിക്ക് വീടില്ലാതിരുന്ന് ഞാൻ വാടക വീട്ടിലായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ് എല്ലാവരുടെയും സഹായം കൊണ്ട് എനിക്ക് വീട് വെക്കാൻ സാധിച്ചു. ഞങ്ങളിപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് വരുമാന മാർഗ്ഗമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഹാർട്ടിന് അസുഖമായിട്ട് സൗദിയിലായിരുന്നു. അവിടെ വെച്ച് ഹാർട്ടിന് അസുഖമായിട്ട് തിരിച്ചു വന്നതാണ്. അത് കഴിഞ്ഞ് ഹാർട്ടിന് അസുഖമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഹസ്ബൻഡ് ഒരു കടയിൽ ജോലിക്ക് പോയി. അവിടുന്ന് കിട്ടുന്നത് ഒരു 500 രൂപയായിരുന്നു. പുള്ളിയുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 300 രൂപയാണ് മിച്ചം കിട്ടുന്നത്. അതുകൊണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ തുടങ്ങാൻ എൻ്റെ വീട് തന്നെ, എൻ്റെ ഹസ്ബൻഡ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തൂടെ പോയപ്പോൾ അവിടെ അതിൻ്റെ ഓണർ അച്ഛനെ കാണുകയും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളെ താമസിപ്പിക്കാവോ എന്ന് അച്ഛനോട് ചോദിക്കുകയും ചെയ്ത് അച്ഛൻ വന്ന് കണ്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ പറഞ്ഞ രീതിയിൽ കിടക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി എൻ്റെ വീടിപ്പോൾ ഹോസ്റ്റലായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ എൻ്റെ വരുമാനം വർദ്ധിച്ചു. ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000